കുറച്ച് പേര് വന്നിട്ട് ഇത് ഞങ്ങളപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്കോ ചേട്ടനൊക്കെ വെറുതെ കൊടുക്കലുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ കൊടുത്തൂടെ, പ്രശ്നമില്ല. ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പ്രതിഷേധം. എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട എന്ന് പറഞ്ഞ എങ്ങനെയാണ് ഇങ്ങനെ ആ ചോര തുളുമ്പി തുള്ളുന്ന കുറച്ച് അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ അങ്ങനെ ചെയ്യുന്നത് വന്നിട്ട് നമ്മൾ വീഡിയോ ഇട്ട് കാണിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇയാൾ വെറും ഒരു സംഗതി നമ്മളും കൊടുക്കലൊക്കെ ഉണ്ട്, പക്ഷെ അത് നമ്മൾ ചേച്ചി വാ ഇങ്ങട് ചേച്ചിക്ക് വേണ്ടിട്ട് എടുത്താണ് നമ്മൾ പറയത്തില്ലല്ലോ. എനിക്കിതൊന്നും സാധാരണയല്ല, ഞാനിത് സമ്മതിക്കില്ല, എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല. അപ്പൊ അത് നമ്മൾ പറയുന്നില്ല. ഇത് സസ്റ്റൈനബിൾ ഫാഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. നേരോ അതായത് റീയൂസ് ചെയ്യുക എന്നുള്ളൊരു സംഗതിയിലോട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണിത്. ഇത് അങ്ങനെയും പറയാം. ആൾക്കാർക്ക് അറിയില്ലാത്തത് കൊണ്ടും അത് മാത്രമല്ല, കുറ്റം പറഞ്ഞില്ലെങ്കിൽ ചിലർക്ക് റെഡി ആവത്തില്ലല്ലോ. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. അതിന്റെ അസ്കിത ഉള്ളത് കൊണ്ടും പറയുന്നതാണ്. ഇത്രയും ക്രൂരത കാണിക്കരുത്. ഇപ്പൊ ചിലർ പറയുന്നുണ്ട്, നമുക്ക് ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ചേട്ടന് ഫ്രീ ആയിട്ട് കൊടുത്തു, ചേച്ചിക്ക് കൊടുത്തു, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കൊടുത്തുകൂടെ? ഇവിടെ എന്തുട്ട പ്രശ്നം? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? നാണമില്ലേ നിങ്ങൾക്ക് ഇട്ടത് ഇങ്ങനെ വിൽക്കാനെന്നൊക്കെ പറഞ്ഞു. നമ്മളും ചേട്ടനും ചേച്ചിക്ക് കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമ്മള് ഇങ്ങനെ വീഡിയോയിൽ വിളിച്ച് കാണിക്കലൊന്നുമില്ല. പിന്നെ എന്താ ഇതുപോലുള്ള വിഡിത്തങ്ങളൊക്കെ പുലമ്പുന്നത്? എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കണേ? റീയൂസ് ചെയ്ത സാധനങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനത്തെ ഒരു സംഗതിയാണെങ്കിൽ ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഒരു കാറോ ഒരു വീടോ നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുക്കുമ്പോൾ നമുക്ക് എന്താ ഫ്രീ ആയിട്ട് കിട്ടാത്തത്? അപ്പൊ അതാലോചിച്ച് നോക്കുക, അതിനുള്ളിൽ തന്നെ ഉണ്ട് ഉത്തരങ്ങൾ. അങ്ങനെ വരട്ടെ, എനിക്ക് അപ്പോഴേ സംശയം തോന്നി. കുറ്റം പറയുന്നവരങ്ങനെ മാറിയിരിക്കാട്ടോ.